എനിക്ക് എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ഇരുന്നുകൊണ്ടൊന്ന് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, അമ്മയാണ് എൻ്റെ ഒരു ശക്തി. അമ്മ ഇത്രയും സ്ട്രോങ് ആയിട്ട് അച്ഛൻ മരിച്ചതിന് ശേഷം നിന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ സ്കൂളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും ചിലപ്പം എല്ലാം മാനേജ്മെന്റ് അമ്മയാണ്. ഈ ചെയ്ത കഥാപാത്രങ്ങളെ ആദ്യം തിയേറ്ററിൽ പോയി കണ്ട ഒരു അനുഭവം കർട്ടൻ പൊക്കുമ്പോ തന്നെ നേരെ ലാലേട്ടന്റെ വോയിസിൽ ഇത് തുടങ്ങുന്നത്. എന്റെ ദൈവമേ, എന്നാ കൈയടിയാണോ. ഈ രേഖ ചേച്ചിയുമായിട്ട് ഈ ഒരു സംഭവം അറിഞ്ഞപ്പോ ചോദിച്ചിരുന്നു, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഒരു സന്തോഷ വാർത്ത എന്തെങ്കിലും ഉടനെ ഉണ്ടോ അറിയാം? ഇപ്പൊ ഞാൻ സിംഗിൾ ആണ്, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവുമായിരിക്കും. ഇത് ഞെട്ടിയല്ലേ? ശരിക്കും എങ്ങനെ ഞെട്ടിയേ? രജനീകാന്തിന്റെ വീട്ടിലായിരുന്നു എന്നുള്ളതല്ലേ? ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ചെന്നൈ പോയ സമയത്ത് അദ്ദേഹത്തിന് ഒന്നും കാണാൻ പറ്റത്തില്ല. നമുക്ക് നമ്മളെ പറയുക അദ്ദേഹത്തിന് കാണാൻ പോലും നമുക്ക് പറ്റുന്ന ഒരു ഭാഗ്യം കിട്ടിയാൽ അങ്ങനെ. പക്ഷെ എന്നാൽ ആ വഴി ഒന്ന് പാസ് ചെയ്ത് പോയപ്പോഴത്തേക്കും ചേട്ടനുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു നമുക്ക് അവിടെ ഒന്ന് പോയി ജസ്റ്റ് വീടിന്റെ അവിടെ വരെ ഒന്ന് പോവാം, എങ്ങാനും കണ്ടാല് എങ്ങാനും വരെന്ന് പറഞ്ഞ് നമ്മള് മലയാളിയാണ്, ഇങ്ങനെ സീരിയലൊക്കെ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് എങ്ങാനും നമ്മുടെ നല്ല സമയത്ത് അദ്ദേഹത്തിനെ കാണാൻ പറ്റും. അങ്ങനെ അങ്ങ് പോയപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ പറഞ്ഞൊരു കാര്യം ചെയ്യും, എന്തായാലും കാണാൻ പറ്റില്ല, ഇവിടെ ഒരു ഫോട്ടോ എങ്കിലും എടുക്കാൻ ഒരു ഭാഗ്യമായിട്ടുള്ള വെച്ചാൽ അങ്ങനെ നിന്നെടുത്ത ഫോട്ടോ. പക്ഷെ എന്നോട് ഒത്തിരി പേര് ചോദിച്ചതല്ല, ചോദിച്ചതിനൊക്കെ ഒരു ഇതുണ്ട്, അദ്ദേഹത്തിന്റെ പടത്തിൽ അഭിനയിക്കുന്നുണ്ടോ അതുവരെ ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങനത്തെ ഭാഗ്യം കിട്ടില്ല, പക്ഷെ എന്നാലും ആൾക്കാരെ ചോദിച്ചല്ലോ. ഇത് ഞാൻ തന്നെ ഈ ഒരു ഫോട്ടോ എടുക്കാൻ നേരത്തെ എന്റെ വിചാരം നല്ലൊരു കണ്ടന്റ് കിട്ടി. അപ്പൊ അതായിരുന്നു അതിന്റെ കഥ. അതായിരുന്നു ഇതിന്റെ കഥ. അതായിരുന്നു. ആരായിരിക്കും ഷാലുവിന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിരിക്കും? കാണിക്കട്ടെ. അമ്മ തന്നെ. ഞാൻ പറഞ്ഞല്ലോ, അമ്മയാണ് എൻ്റെ ഒരു ശക്തി. അമ്മ ഇത്രയും സ്ട്രോങ് ആയിട്ട് അച്ഛൻ മരിച്ചതിന് ശേഷം നിന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പറഞ്ഞ സ്കൂളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും ചിലപ്പം എല്ലാം മാനേജ്മെന്റ് അമ്മയാണ്. അപ്പൊ ആ അമ്മയുടെ ഒരു ശക്തിയാണ്. അടുത്തൊരു ഫോട്ടോയിലേക്ക് ഒരു കട്ട ചങ്ക് കൂട്ടുകാരിയല്ലേ സീരിയലിലൊക്കെ, ആരായിരിക്കും? കട്ടക്കൂട്ടെന്ന് പറയുന്നത് രേഖ ചേച്ചിയാണോ? ചേച്ചി ഇപ്പൊ ഒരു വിവാദത്തിൽ പെട്ടു, അറിഞ്ഞിരുന്നോ? ഈ സൈബർ ബുള്ളിങ് അത്ര വലിയൊരു പ്രശ്നമാണോ ഷാലു? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിനൊരു ഇരയല്ല ഞാൻ. അതെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ശരിക്കും ഒരുപാട് കുട്ടികൾ ഇന്ന് ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട്, കണ്ടിട്ടുണ്ടായിരിക്കും. ആ ആത്മഹത്യയിലേക്ക് വിടുന്നതും നമ്മൾ ഓരോ വ്യക്തികൾ തന്നെ. ഒരു സത്യം തിരിച്ചറിയാതെ ഇടുന്ന കമന്റുകളും എഴുത്തുകളും തന്നെയാണ്. അപ്പൊ ഈ രേഖ ചേച്ചിയുമായിട്ട് ഈ ഒരു സംഭവം അറിഞ്ഞപ്പോ ചോദിച്ചിരുന്നു, വിളിച്ചിരുന്നു. ശരിക്കും എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ശരിക്കും രേഖ രതീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരി ഒത്തിരി സഫർ ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരാളാണ്. കാരണം ഒരു മകന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ സീരിയൽ ഒരുപാടൊക്കെ നല്ല തിരക്കാതെ ഇപ്പൊ ആക്ച്വലി വേറെ സീരിയൽസ് ഒന്നും ചെയ്യുന്നില്ല, മകന്റെ പഠിത്തവുമായിട്ട് നിൽക്കുകയാണ്. വേറെ ഒരു ആക്ടിവിറ്റീസും ഇല്ല പുള്ളിക്കാരിക്ക്. മകൻ, രേഖ, ആ ഒരു ജീവിതം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാനും നമ്മളിതിങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പോഴും ആ സമയം ഞാൻ വിളിച്ചപ്പോൾ പുള്ളിക്കാരി ഫോൺ എടുത്തില്ല, പിന്നീട് തിരിച്ച് വിളിക്കുന്നത്. അപ്പൊ ശരിക്കും രേഖയെ സംബന്ധിച്ച് അങ്ങനെ ശരിക്കും അതൊരു നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരാളെ ഇപ്പം എനിക്കും ഉണ്ട്, എന്നാൽ പോലും ഞാൻ പറയാം, നമുക്ക് മറ്റുള്ളവർ ഇതിങ്ങനെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെ കേൾക്കുമ്പോൾ, കാരണം പുള്ളിക്കാരി അങ്ങനത്തെ ഒരു എന്താ പറയുന്ന ആ ഒരു മകന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അവരെ പറ്റി ഇങ്ങനെ പറഞ്ഞു എത്ര ഒന്നരണ്ടൊക്കെ നമുക്ക് കേൾക്കാം. പിന്നെ ഇങ്ങനെ കൊല്ല ചെയ്തപ്പോഴാണ് പുള്ളിക്കാരി റിയാക്ട് ചെയ്തത്. ഒരുപാട് ആളുകൾ ചേർത്ത് പിടിച്ചു കേട്ടോ. രേഖ എന്നുള്ള വ്യക്തിയെ ശരിക്കും അടുത്തറിയാവുന്ന ആൾക്കാർക്ക് അവരെ പറ്റി ഒത്തിരി പേര് ബാഡ് കമന്റ്സ് പറയാറ്, അല്ലെങ്കിൽ അവരെ പറ്റി വളരെ മോശമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രേഖ രതീഷ് എന്ന് പറഞ്ഞാൽ വളരെ പാവമായിട്ടൊരു സ്ത്രീയാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടൊരാളാണ്. അപ്പം എനിക്ക് അവരെ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് വളരെ അടുത്ത് ഇപ്പൊ തന്നെ എന്റെ കാര്യമാണെങ്കിൽ പോലും ഞാൻ പറയാം, എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നുള്ളത്. അല്ലാതെ ഇപ്പൊ എനിക്ക് എല്ലാവരെയും കൂടി ഇത് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം പുള്ളിക്കാരി ഇങ്ങനെയാണ്.
എന്ന് പറഞ്ഞുള്ള ഒരാളാണ് രേഖ. ഈ ചെറിയൊരു സൈബർ ബുള്ളിങ് വരുമ്പം തന്നെ ആത്മഹത്യയുടെ എണ്ണം കൂടുതലാണ്. അതും 18, 20, 21 വയസ്സുള്ള കുട്ടികളാണ്. ഈ അനുഭവം വെച്ച് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വലിയൊരു പാഠം എന്തായിരിക്കും? ഒരുപക്ഷെ ആരും കൂടെ കാണത്തില്ലായിരിക്കും അന്ന്. നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ എന്ത് പറഞ്ഞ സമാധാനിപ്പിക്കണ്ടേ? ഇപ്പം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും ശരിക്കും എനിക്ക് നേരത്തെ എൻ്റെ ഒരു സാഹചര്യങ്ങളും കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ അമ്മയും അതുപോലെ തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഇതിലോട്ട് ചിന്തിക്കാൻ നമുക്ക് തോന്നില്ല. നമ്മൾ ഒറ്റപ്പെട്ട് പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ. അന്ന് ശാലുവിനോട് അമ്മയും ഈ പറയുന്ന സുഹൃത്തുക്കൾ കുറച്ച് പേരുണ്ട്. സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് വെച്ചാൽ അമ്മയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എനിക്ക് സപ്പോർട്ട് ചെയ്യാനുള്ളവരെന്ന് പറയുന്നത് എൻ്റെ കുട്ടികളും സ്റ്റുഡൻസും അവരുടെ പേരൻസും. ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് അവരോടാണ്. കാരണം എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും എൻ്റെ കൂടെ നിന്ന് അവരാണ്. കാരണം അവരുടെ ഒരു സപ്പോർട്ടിൽ നമുക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. നമുക്കൊരു സപ്പോർട്ടായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഒരു വലിയ ബലമാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് ചിലപ്പോൾ ഇവിടെ കാണത്തില്ല. അടുത്തൊരു ഫോട്ടോയിലേക്ക് പോവാം അല്ലേ? ദശാവതാരം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡ്രാമ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസിക്കൽ പ്രോഗ്രാമിൽ ഒരു 25 മിനിറ്റ്സ് വരുന്ന ഒരു നൃത്തശില്പ. അതിൽ മഹാവിഷ്ണു ആയിട്ടായിരുന്നു ചെയ്തിരുന്നത്. ആ ഒരു ഗെറ്റപ്പാണ് അത്. ഈ സ്റ്റേജിൽ ഓഡിയൻസിന് മുന്നിലേ നൃത്തം ചെയ്യുമ്പോൾ ലൈവ് റിയാക്ഷൻസ് ഒക്കെ ഒരുപാടുണ്ടല്ലോ. പക്ഷേ സിനിമയും സീരിയലും അങ്ങനല്ല. നമുക്കറിയാവുന്ന കുറച്ച് ചുറ്റുപാടുകൾ, നമുക്കറിയാവുന്ന ആളുകൾ. ഈ ലൈവും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ മനസ്സിലാക്കിയത്? ഡാൻസ് പെർഫോമൻസിൻ്റെ കാര്യമാണോ? ശരിക്കും ലൈവായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ ആൾക്കാരുടെയും റിയാക്ഷൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം. പിന്നെ നമ്മൾ പെർഫോം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ഓഡിയൻസിൽ എത്തിയാൽ ഇത് ആസ്വദിക്കൂ. അല്ലെങ്കിൽ ഇത് ആൾക്കാരൊന്നും മനസ്സിലാകത്തുമില്ല, അവരതിൽ മുഴുകിയിരിക്കത്തുമില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ചില ഡ്രാമേഴ്സിൽ ചില കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ ആ ഒരു ഇതിൽ ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. ഇപ്പം ഞാൻ ഈ ദശാവതാരം ചെയ്യുന്ന സമയമാണെങ്കിലും ആ സമയം നമ്മൾ മഹാവിഷ്ണുവായിട്ട് മാറുക സ്റ്റേജിൽ. അവിടെ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അല്ല. അപ്പം അത് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ദൂരെ ഇരിക്കുന്ന അമ്മമാർ എണീറ്റ് തൊഴും. അത് എന്നെ കണ്ടിട്ടല്ല, പക്ഷെ ആ ക്യാരക്ടറും പിന്നെ ഞങ്ങൾ ചെയ്ത അതിൻ്റെ വരികളെന്ന് പറയുന്നത് നമ്മൾ ഡെയിലി നാമം ജപിക്കുന്ന ഒരു ബുക്കിൽ നിന്നാണ് ഇതിൻ്റെ മ്യൂസിക് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ആ വരികൾ എല്ലാവർക്കും അറിയായിരുന്നു. അപ്പം ഈ അമ്മമാരൊക്കെ വൈകുന്നേരം നാമം ജപിക്കുന്ന അത് ഈ മഹാവിഷ്ണു വന്ന് നിൽക്കുന്ന സമയത്ത് ഈ അമ്മമാർ എണീറ്റ് തൊഴുന്ന, അയ്യോ സത്യം പറഞ്ഞാൽ ഈ കുളിര് വരും. എനിക്ക് എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ഇരുന്നുകൊണ്ടൊന്ന് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? ഏതിൻ്റെങ്കിലും മഹാവിഷ്ണു അല്ലെ മഹാവിഷ്ണു ആണ്, മഹാവിഷ്ണു ഏതാണ് കംഫർട്ട് അത് മതി. ഗീതോപദേശത്തിൻ്റെ ഒരു പോർഷൻ അർജുനനോട് കൃഷ്ണൻ പറയുന്ന ഒരു സാധനം, യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കോളൂ എന്ന് പറയുന്ന ഒരു ഇതിനകത്തൊരു ചെറിയ പോർഷനാണ്. അതായത് യുദ്ധത്തിന് ബന്ധുക്കൾ എല്ലാവരും നിൽക്കുകയാണല്ലോ. അപ്പൊ പറയുന്നു യുദ്ധം ചെയ്യും, അപ്പൊ ഓരോരുത്തരെയും യുദ്ധം ചെയ്യാൻ തുടങ്ങും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് എല്ലാം ബന്ധുക്കളാണ്, ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും? അപ്പൊ ഉപദേശിച്ചു കൊടുക്കുന്ന പോർഷനാണ്. അപ്പൊ അടുത്തൊരു ഫോട്ടോയിലേക്ക്. സുരേഷ് ഏട്ടനായിട്ടുള്ള ഇത് ശരിക്കും ഈ അടുത്ത് നമ്മുടെ പാലാ സൈഡിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ. ഞാൻ കുറച്ച് നേരത്തെ അവിടെ ചെന്നിരുന്നു. അപ്പം സുരേഷ് ഏട്ടൻ്റെ ഷൂട്ട് നടക്കുക. അപ്പം അദ്ദേഹം അവിടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊന്ന് വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോയത്. ഈ ചില ആളുകൾ പറയുന്നുണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര ദേഷ്യക്കാരനാണ്, ഭയങ്കര ജാടയാണ്. കണ്ടറിഞ്ഞ അടുത്തറിഞ്ഞ സുരേഷ് ഗോപി എന്താണ്? വളരെ പാവം മനുഷ്യനാണ്. ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ നമുക്കറിയാലോ. അതെ. അപ്പം നേരത്തെ അന്ന് ഞാൻ വരുന്ന സമയം എന്ന് പറയുന്നത് അദ്ദേഹം ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു, ഇപ്പം പൊസിഷൻ വേറെയാണ്. എന്നിട്ടും എനിക്ക് കാണണമെന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കാണാം. അപ്പം നമുക്കറിയില്ല അദ്ദേഹം നമ്മളെ തിരക്കായിരിക്കാം, അല്ലെങ്കിൽ കാണാൻ അല്ലെങ്കിൽ പിന്നെ വരും എന്നൊക്കെ ആയിരിക്കും, ചില പറയാൻ പറ്റില്ലല്ലോ. എന്നാലും കണ്ണി കളിച്ചൊന്ന് കാണാൻ ഒരു ആഗ്രഹത്തിന് പോയതാണ്. പക്ഷെ ഞാൻ അവിടെ ചെന്നു വീട്ടിൽ. അപ്പം അദ്ദേഹത്തിന് അന്ന് ഷൂട്ട് ലേറ്റാണ്, കുറച്ച് കഴിഞ്ഞു. അപ്പം ചെന്നു, PA ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ കാണാൻ വന്നാൽ അപ്പം ഇരിക്കുന്നു പറഞ്ഞു ഇരിക്കുന്നു. പിന്നെ സുരേഷേട്ടന് ഇന്ന് കാലെന്തോ വയ്യാണ്ടിരിക്കുകയായിരുന്നു, ഈ ട്രീറ്റ്മെൻറ്റിലങ്ങനെ. അപ്പം വന്നു,
അയ്യോ എൻ്റെ ദൈവം, എനിക്ക് ആ പഴയ സുരേഷ് ചേട്ടനായിട്ട് ഇപ്പോഴും ഫീൽ ചെയ്തു. ഒരു മാറ്റം എനിക്ക് തോന്നിയില്ല. ഒന്നും തോന്നില്ല. എന്നിട്ട് എന്നെ ആവതും ഭക്ഷണം കഴിപ്പിക്കാൻ നോക്കി. പിന്നെ ഞാൻ പറഞ്ഞു കുഴപ്പം, കാരണം നമ്മുടെ ബാക്കി ക്രൂ ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ചായയൊക്കെ തന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ടാണ് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ നമ്മളെ അടുത്തറിഞ്ഞാല്, ഞാനതാ പറഞ്ഞ, ഇതൊക്കെ ഇങ്ങനെ ഇത് ആൾക്കാരുടെ അങ്ങൊരു അവരങ്ങ് ചിന്തിച്ചെടുക്കുകയാണ് ഇവരിങ്ങനെയാണ്. അങ്ങനെയല്ല, നമ്മളൊരാളെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിത് പറയാൻ പറ്റില്ല. പിന്നെ ചിലരുണ്ട് ഇതിനു വേണ്ടിട്ട് തന്നെ ഇരിക്കുന്നവരുണ്ട്. അതുണ്ട് തീർച്ചയായിട്ടും. നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അവരിങ്ങനെ തന്നെ അങ്ങ് പൊക്കോട്ടെ. നമ്മളായിട്ട് അപ്പൊ അടുത്തൊരു ഫോട്ടോയിലേക്ക്. മറ്റാരുമല്ല, ശാലുവനന്റെ അച്ഛൻ. അയ്യോ, ഇതൊക്കെ എങ്ങനെ എടുത്തു? സത്യം ഇതൊന്നും വെളിയിൽ വന്നിട്ടില്ലല്ലോ. എന്റെ വീട്ടിലൊക്കെ തന്നെ ഇരുന്നാലും തോന്നുന്നത്. പറഞ്ഞോ? അയ്യോ, മിസ് ചെയ്യുന്നു ശരിക്കും. അയ്യോ, എത്ര വർഷമായി ഇപ്പോൾ? ശരിക്കും ഞാൻ 98, അതായത് 9ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അച്ഛനും അവിടെ ഇരുന്ന് സന്തോഷിക്കുന്നുണ്ട്. അന്ന് ഓർമ്മയുണ്ടോ അന്നത്തെ? പിന്നെ അച്ഛനും ഞാൻ ശരിക്കും ഭയങ്കര അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൃത്തി ഭയങ്കര അച്ഛന്. അപ്പം ഞാൻ ഈ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് അമ്മ പിടിച്ച് കിടത്ത് ഉറക്കുമല്ലോ. ഉറക്കി കഴിയുമ്പോൾ രാത്രി ചിലപ്പോൾ ലേറ്റായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അച്ഛൻ വരുന്നത്. വന്നു കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നോക്കും, കാലിനടിയിൽ അഴുക്കുണ്ടെങ്കിൽ ആ ഉറങ്ങിക്കിടക്കല്ലേ അവിടെ നിന്ന് എടുക്കും. ആ ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് കാലിലൂടെ കഴിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് കിടത്തും. ഞാൻ അറിയത്തില്ല. അയ്യോ, അത്രയും മാത്രം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു കൂട്ടുകാരനെ പോലെ തന്നെ ആയിരുന്നല്ലേ? ഇനി നമുക്കിനി സന്തോഷത്തിലോട്ട് പോകാം അല്ലേ? എല്ലാവരും ഒന്നടങ്കം കാണാൻ ആഗ്രഹിക്കുന്ന മീശയും പിരിച്ച് മുണ്ടും മടക്കി കുത്തിയൊരു വരവുണ്ടാരാ? നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ഇതൊരു ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഫോട്ടോ ആയിരുന്നു എനിക്ക്. എല്ലാവരും പറയുന്നൊരു ഫോട്ടോ. ഇത് എൻ്റെ ശരിക്കും കാക്കക്കുയിലെ സമയത്താണ് ഈ ഫോട്ടോ എടുക്കുന്നതും. ഇത് ശരിക്കും നാനയിൽ വന്നതാ. നാനയിൽ വന്ന ഫോട്ടോ ആയിരുന്നു ശരിക്കും. അയ്യോ, എനിക്ക് എത്ര പേര് ചോദിക്കും. അപ്പം ശരിക്കും എല്ലാവരും ചോദിച്ചെന്നറിയാം ആ സമയത്ത് ലാലേട്ടൻ്റെ പടത്തില് നായികയാണെന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ദൈവമേ അത്രയൊന്നുമില്ല. അപ്പം അങ്ങനെ ധരിച്ചു ഈ ഫോട്ടോ ആണ്. കാരണം പ്രത്യേകിച്ച് നാനയിലൂടെ വന്നപ്പോൾ ഈ ഒരു സെറ്റ് ഭയങ്കര ഒരു എന്താ പറയുന്നത്, അതൊരു സ്വപ്നമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. സ്വപ്നമാണോ പോലും നമ്മൾ ചിന്തിച്ചു. കാരണം അങ്ങനത്തെ ഒരു സെറ്റായിരുന്നു പ്രേം സാർ ഈ ഒരു സെറ്റ്. ഈ സ്വപ്നത്തിലോട്ട് കടക്കുന്നതും പിന്നെ ലാലേട്ടനെ കണ്ട അനുഭവം എന്തുവായിരുന്നു? ഞാൻ ശരിക്കും ഈ പടം ചെയ്യാൻ കാര്യം മേനക സുരേഷ് അങ്കിളാണ് എന്നെ ഇതിനകത്ത് വിളിക്കുന്നതും. അപ്പം ഇങ്ങനെ പറഞ്ഞു, മോളെ ഇങ്ങനെ ഒരു പടമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ആരുടെ പടം? അത് പ്രിയൻ്റെ പടമാണ്. പ്രിയൻ സാറിൻ്റെയോ? അപ്പം പറഞ്ഞു അതിനെന്താ ചെയ്യാം, നല്ലൊരു ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്, അതിൽ നല്ലൊരു അത്യാവശ്യം ശ്രദ്ധിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ എവിടെ ലൊക്കേഷൻ വന്നിട്ട് ഹൈദരാബാദിൽ, 1 മാസം അവിടെ നിൽക്കണം. കാരണം 1 മാസം എല്ലാ ആർട്ടിസ്റ്റിലും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എന്തായാലും ഇത് പോയി ചെയ്യേ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ എന്നോട് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് വെക്കോ. അപ്പം ഞാൻ ചോദിച്ചു അഭിനയിക്കുന്നത് അത് മോഹൻലാലും മുകേഷും പിന്നെ ആ ഒരു ഫുൾ ക്രൂ ഉണ്ടല്ലോ, നെടുപടി വേണമെങ്കിലും. ലാലേട്ടനോ? എന്താ ലാലേട്ടൻ എന്താ പേടിക്കും? നല്ല ചോദിച്ചതേ ഉള്ളൂ, ധൈര്യമായിട്ട് വെക്കോ. അങ്ങനെ ഞാൻ ഈ സെറ്റിൽ ചെല്ലുന്നത്. അവിടെ ചെന്ന 1 മാസം, അതായത് അവിടെ ഗോൾക്കൊണ്ട എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അതുപോലെ ആ ഹോട്ടൽ വരെ മറക്കില്ല. അപ്പോൾ അവിടെ ഈ കംപ്ലീറ്റ് ആർട്ടിസ്റ്റുകളും അവിടെയായിരുന്നു. അല്ലാതെ ലാലേട്ടന് വേറെ ഹോട്ടൽ, മുകേഷ് ചേട്ടന് വേറെ ഹോട്ടൽ, ഞങ്ങൾ പുതുതായിട്ട് അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒറ്റ ഹോട്ടലിലായിരുന്നു. പിന്നെ രാവിലെ എണീക്കും നമ്മൾ പുറത്തോട്ടൊക്കെ രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ മുകേഷ് ചേട്ടനും ലാലേട്ടനൊക്കെ നടക്കാൻ പോകുന്നതൊക്കെ നമ്മൾ കാണാം. അതിനുശേഷം സെറ്റിൽ വരുമ്പോഴത്തേക്കും അന്ന് ആദ്യമായിട്ട് ലാലേട്ടൻ 2 ദിവസം കഴിഞ്ഞാണ് വരുന്നത്. അപ്പം എല്ലാവരും ലാലേട്ടനെ കാണാൻ നിൽക്കുകയല്ലേ. അപ്പോൾ അദ്ദേഹം വരുന്നു, ഭയങ്കര ബഹളമായിരുന്നു. അപ്പം ഞാനൊക്കെ തുടങ്ങാം. അപ്പം നമ്മുടെ പൊന്നമ്മാൻ്റെ ഇവരെല്ലാം പിന്നെ അവരുടെ കൂടെ ഉള്ളവരാണല്ലോ. അപ്പം നമ്മളെല്ലാം തുടക്കക്കാർ. അപ്പം എല്ലാവരും ചെല്ലുന്നു, ഞാനപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുക. നമ്മൾ എങ്ങനെ അങ്ങോട്ട് ഇടിച്ച് കയറാൻ പറ്റത്തില്ല. അപ്പം ഞാനിങ്ങനെ മാറി നിൽക്കുന്നു, എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു, ലാലേട്ടൻ. അപ്പം ഞാനിങ്ങനെ ചിരിച്ചു, അദ്ദേഹം ഇങ്ങനെ നോക്കി ചിരിച്ചു. അത് കഴിഞ്ഞൊരു 2 ദിവസമായപ്പോൾ ഇതുപോലെ ചിരി മാത്രമേ ഉള്ളൂ, ഗുഡ് മോർണിംഗ് ഇത്രയൊക്കെ ഉള്ളൂ.
എനിക്കൊന്നും അങ്ങോട്ട് ചെല്ലാൻ പേടി. അപ്പം എന്നോട് അമ്മ പറഞ്ഞു നീ ഒന്ന് ചെല്ലാൻ. ഞാൻ പറഞ്ഞു വേണ്ട അമ്മ, നമ്മളൊക്കെ എങ്ങനെ ഇനി അറിയത്തില്ലല്ലോ ഇവരെ. അപ്പം ഞാൻ ഇങ്ങനെ മാറുക. പക്ഷെ ഇതിന് ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ ഇരിക്കുക, ഫുൾ ടീമിന് ഇരിക്കും. ഞങ്ങളിങ്ങനെ മാറി, ലേഡീസ് എല്ലാം മാറിയിരിക്കുന്നു. അദ്ദേഹം അവർ നെടുപടികളൊക്കെ എടുത്ത് സംസാരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അപ്പം ഇരുന്നപ്പോൾ എന്നെ ശ്രദ്ധിച്ചു. അപ്പം എന്നെ ഇവിടുന്ന് ഇങ്ങനെ വിളിച്ചു. ദൈവമേ എന്തോ അവളൊരു പറയാം. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ സോങ്സ് ഒക്കെ എടുത്ത് തുടങ്ങി. അപ്പം വേണ്ടി ചോദിച്ചു ഇയാൾ മാത്രം എൻ്റെ അടുത്ത് മിണ്ടാത്തേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല, പേടിച്ചിട്ടാ. എന്തൊരു പേടി? ഞാൻ ഒരു സാധാരണക്കാരൻ തന്നെയാണ്. ഞാൻ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്കിങ്ങനെ കിടക്കും, എല്ലാവരും വരുന്നുണ്ട്, ഒരാൾ മാത്രം ഇങ്ങനെ മാറി നിൽക്കുന്നു. ഞാൻ പറഞ്ഞു അപ്പം എന്നോട് ചോദിച്ചു മേനക സുരേഷ് പറഞ്ഞിരുന്നു ഒരു പുതിയ കുട്ടി വന്നിട്ടുണ്ട്, പേടിച്ചിട്ട് അങ്ങോട്ട് വരുന്നത്. അതിപ്പോൾ എനിക്ക് ആളെ മനസ്സിൽ ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ മിണ്ടാതിരുന്നതൊക്കെ പറഞ്ഞു. ഞാനിപ്പോൾ ദൈവം ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ പിന്നെ സംസാരിച്ച് എന്നും രാവിലെ വരുമ്പോൾ എന്തൊക്കെയാണ് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ അവിടെ വെച്ചെടുത്ത ഫോട്ടോ ആണിത്. അങ്ങനെ എടുത്ത ഫോട്ടോയാണ് ഈ ഫോട്ടോ. ഈ എല്ലാവരും പറയുന്നുണ്ട് ഒരു കൊച്ചുകുട്ടികളുടെ മനസ്സാ ലാലേട്ടൻ എന്ന്. തീർച്ചയായിട്ടും ആണ്. ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ലല്ലോ. എനിക്ക് പിന്നെ വേറൊരു ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ ഈ പടത്തിന് ശേഷം പിന്നെ ഞാൻ അദ്ദേഹത്തിനെ എന്തെങ്കിലും അവാർഡ് നൈറ്റിനൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, കാരണം സംസാരിക്കാത്തേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നിലും അഭിനയിച്ചിട്ടില്ല. അപ്പം അങ്ങനെ വന്നു. ഇപ്പം ഈ ഒരു കഴിഞ്ഞ വർഷം ഞാൻ ഡാൻസ് ഒരു പുതിയ പ്രൊഡക്ഷൻ ചെയ്തു, നാഗവല്ലി മനോഹരി. അത് മൺസ്ത്രത്താഴിൻ്റെ ഒറിജിനൽ കഥ എടുത്തിട്ട് നമ്മൾ ചെയ്തു. ഒരു 2.25 മണിക്കൂർ എന്ന പ്രോഗ്രാം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നമുക്കിങ്ങനെ പിന്നെ എന്താണ് ഈ മണിച്ചിത്രത്താഴ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെയും ശോഭന ചേച്ചിയാണല്ലോ നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ എൻ്റെ ഈ നാഗവല്ലി ചെയ്യുമ്പോൾ ഞാനിങ്ങനെ അതിങ്ങനെ ആലോചിച്ച് വന്നപ്പോഴും വിചാരിച്ചു ഇതൊക്കെ പുള്ളിക്കാരിയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. സിനിമയാണെങ്കിൽ പോലും നമ്മൾ സ്റ്റേജിൽ ചെയ്യുക. അപ്പോൾ അത്രയും മാത്രം നമ്മൾ ചെയ്തില്ലെങ്കിൽ കുളമായിപ്പോവും, ആൾക്കാരുടെ ചീത്തപ്പേരുണ്ടാവും. അപ്പം എന്നാലും അതിനുവേണ്ടി ശരിക്കും റെഫർ ചെയ്തു. ഈ ഒരു ശരിക്കും നാഗവൽ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ നമ്മൾ ചൂസ് ചെയ്തു, ദ്രൗപദി അങ്ങനെ ഒരുപാട് ചൂസ് ചെയ്തു. അപ്പം അങ്ങനെ ഒന്ന് ശരിക്കും എൻ്റെ ചേട്ടൻ അനൂപേട്ടനാണ് ഈ ഒരു ത്രെഡ് ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നത്. അപ്പം പിന്നെ ഇതിനെപ്പറ്റി ചിന്തിച്ചു. പിന്നെ ഈ ക്യാരക്ടർ കുറച്ചുകൂടെ പഠിക്കാൻ തുടങ്ങി. നമ്മൾ സിനിമയെ കാണുന്നത് മാത്രമല്ലല്ലോ, എൻ്റെ ഒറിജിനൽ കഥ ഇനിയും ഉണ്ടല്ലോ. അപ്പം അത് തൊട്ട് റെഫർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്കും അപ്പം ഞങ്ങളുടെ മനസ്സിലൊരിത് തോന്നി, എന്തായാലും നമ്മൾ ഇത്ര ഇത് ചെയ്യുമ്പോൾ ഈ ജസ്റ്റ് തുടക്കമെങ്കിലും ലാലേട്ടനെ കൊണ്ട് ഒരു വീഡിയോയോ എന്തെങ്കിലും ഒരു സാധനം, ഒരു വീഡിയോ ആഗ്രഹിക്കുമല്ലോ. അപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വോയിസ് എന്തെങ്കിലും. അപ്പം ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് പോയി ചോദിച്ചു നോക്കാം. അദ്ദേഹത്തിനൊന്ന് കാണാൻ ആദ്യം അപ്പോയിൻമെൻ്റ് എടുക്കാം, ഇനി ഇല്ലെങ്കിലില്ല, ചോദിക്കാൻ നമുക്ക് നഷ്ടമൊന്നുമില്ല, ചോദിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ശരിക്കും അപ്പോയിൻമെൻ്റ് എടുക്കുന്നു. നേരെ കൊച്ചിയിൽ അപ്പം ഷൂട്ട് നടക്കുമായിരുന്നു, തൊടുപുഴ ഭാഗത്തായിരുന്നു. അപ്പം വരാൻ പറയുന്നു. അങ്ങനെ ചിലപ്പോൾ ഞാൻ ഈ സ്ക്രിപ്റ്റൊക്കെ ആയിട്ടാ ചെല്ലുന്നതാ, വിറച്ചാൻ പോകുന്നത്. അപ്പം ഇരിക്കാൻ പറയുന്നു. ലാലേട്ടൻ റൂമിൽ നിന്ന് ഇറങ്ങിയിരുന്നു. നമ്മളെ അന്ന് കണ്ട ആ ഒരു സ്നേഹമില്ലേ, ഞാൻ അഭിനയിച്ചിട്ട് പോലും ഇല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ. എന്തുണ്ട് സുഖമാണോ, എത്ര വർഷം ഇങ്ങോട്ട് പറയാം, എത്ര വർഷമായി കണ്ടിട്ട്, അന്ന് കണ്ടതാ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നൊക്കെ പോയി കണ്ട. ഞാൻ പറഞ്ഞു അതെ ഇരിക്കുന്ന പറഞ്ഞു. അവിടെ തൊട്ടടുത്ത് ഇരുത്തി. എന്താ വന്നത്? ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്, നാഗവല്ലി എടുക്കുന്നോ? പിന്നെ അപ്പം ഞാൻ ഈ സ്ക്രിപ്റ്റ് കൊടുത്ത് ജസ്റ്റ് എല്ലാം നോക്കി. പിന്നെ മാറ്റിയിട്ട് ചോദിച്ചു ശരിക്കും നമ്മുടെ സിനിമയിലെ പോലെയാണോ ചെയ്യുന്നത്, എന്താണിത്? ഞാൻ പിന്നെ ഇങ്ങനെയാണ്, ചാന്നാർ എന്നുള്ള കഥാപാത്രമുണ്ട്, നമുക്കിതിനകത്ത് അത് വില്ലനായിട്ട് കാണിച്ചു പോകുന്നത്. അപ്പം അത് ആരാ ചെയ്യുന്നത്, എത്ര ഡാൻസേഴ്സ് ഉണ്ട്, എല്ലാം വിശദമായിട്ട് ചോദിച്ചെന്നുള്ള കംപ്ലീറ്റ് സമയം എടുത്ത് കുറേ സമയം സംസാരിച്ചെന്നുള്ള ഇതെല്ലാം പറഞ്ഞു. അപ്പം ഇത് ലാലേട്ടൻ്റെ ഈ ഒരു ആഗ്രഹം മനസ്സിൽ നിൽക്കുന്ന പോലെ തന്നെ വന്നൊരു ആഗ്രഹമാണ്. ഇതിൻ്റെ മ്യൂസിക് ശരത്തേട്ടനെ കൊണ്ട് ചെയ്യിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം. ഇത് അങ്ങനത്തെ ഒരു കഥാപാത്രം, ഒരു ഡാൻസിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം അതുപോലത്തെ ഒരു ലെജൻഡ് ഒരാൾ ചെയ്താലേ ഇത് അത്രയും ഭംഗിയായിട്ട് വരുള്ളൂ. അങ്ങനെ ഒന്ന് ശരത്തേട്ടനായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു ചെയ്യാമെന്ന് പറയുന്നു. അദ്ദേഹം അതിൻ്റെ വർക്ക് തുടങ്ങി. അത് വേറൊരു ഭാഗ്യം. അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിൽ നമ്മൾ പെർഫോം ചെയ്യാന്ന് പറയുന്നത് അത് വേറൊരു ഭാഗ്യം. അങ്ങനെ പിന്നീടാണ് ലാലേട്ടൻ്റെ ഈ കാര്യത്തോട് വരുന്നതും. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ശരത്താണോ ചെയ്യുന്നത്, എത്ര പാട്ടുണ്ട്, എല്ലാം ചോദിച്ചെന്നുള്ളൂ. അതൊരു ശരിക്കും പറഞ്ഞാൽ മഹാഭാഗ്യമല്ലേ. നമുക്ക് ഒന്ന് ചിന്തിക്കുമ്പോൾ ലാലേട്ടന് ചോദിക്കേണ്ട പോലും ആവശ്യമില്ല അദ്ദേഹത്തിന്. എന്നിട്ട് ഇതെല്ലാം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാനത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഫസ്റ്റ് ഇതിന് ഞാൻ വിളിക്കാം, പറ്റുമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് അനുഗ്രഹിക്കണം തീർച്ചയായിട്ടും എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തുടക്കം ഒരു നറേഷനുണ്ട്, വീഡിയോ ചെയ്തു തരില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിതിൻ്റെ ഒരു തുടക്കം ഒരു നറേഷൻ
അത്യാവശ്യം ഒരു 2 പേജ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഒന്ന് പറഞ്ഞു തന്ന അതിനാണ് ഞാൻ വന്നത്. അപ്പം ഇങ്ങനെ വായിച്ചു, ഫുള്ള് വായിച്ചിട്ടായിരുന്നു. ചെയ്യാം, ഒരു കാര്യം ചെയ്യാം, ഇത്രാം തീയതി വിസ്മയിലോട് വാ, ഞാനവിടെ ഉണ്ടാവും, നമുക്ക് അവിടെ ചെയ്യാമെന്ന്. എൻ്റെ പൊന്നെ, എനിക്ക് ഇത് നാഗവല്ലി ഇറക്കില്ലല്ലോ, കുഴപ്പമില്ല, അതുപോലെ ആയിപ്പോയി. അങ്ങനെ ഞങ്ങൾ ആ പറഞ്ഞ ഡേറ്റിൽ അവിടെ ചെല്ലുന്നു. അജിനെ അത് വേറൊരു കാര്യമാണ്. ഞങ്ങളവിടെ ചെല്ലുന്നു, ഒരു സമയം പറഞ്ഞ് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുന്നു. അദ്ദേഹം മാതൃഭൂമിയുടെ ഒരു ആഡ് അവിടെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ എത്തിയെന്ന് അവർ ചെന്ന് പറഞ്ഞു, നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. കുറഞ്ഞതൊരു 4 തവണയെങ്കിലും അദ്ദേഹം ഇറങ്ങി വരും. അപ്പം നമ്മൾ വെളിയിൽ നിൽക്കുക, ഡോറ് വന്നിട്ട് ഇപ്പം കഴിയും കേട്ടോ, ഇപ്പം കഴിയേ, പോവും. 1 വീണ്ടും വന്നിട്ട് ഷക്കിൽ നാംസോട് ഇപ്പം കഴിയും. 4 പ്രാവശ്യം അദ്ദേഹം ഇറങ്ങി വന്നിട്ട് പറയാം എന്നെപ്പോലുള്ളൊരു ചെറിയ കലാകാരിയോട്, ധൃതിയില്ലല്ലോ, ഞാനിപ്പോൾ വന്ന് ഇപ്പം ചെയ്തരാം. പിന്നെ ഇതൊക്കെ നമ്മൾ എന്ത് പറഞ്ഞു, ശരിക്കും ഇത് എല്ലാവരും കണ്ട് പഠിക്കേണ്ട ഒരു മനുഷ്യനാണ് ലാലേട്ടൻ. അദ്ദേഹത്തിന് എന്താവശ്യം എന്നെ പോലുള്ള ആളത്ത് വന്നിട്ട് വെയിറ്റ് ചെയ്യുക, അവിടെ വന്നതല്ലേ, അവിടെ ഇരിക്കട്ടെ എന്ന് ചിന്തിച്ചാൽ പോലെ ശരിക്കും. അയ്യോ, എനിക്ക് ഭയങ്കര അതിശയമായി. അതിന് ശേഷം നേരെ ഞങ്ങൾ അകത്ത് കയറിയിട്ടോ ഡബിങ് സ്റ്റുഡിയോയിൽ എന്നോട് പറഞ്ഞു ഇവിടെ നിന്നോ, ബാക്കി എല്ലാവരും ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ പറയുന്നത് ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു. പുള്ളി എന്നോട് ചോദിക്കുക, സത്യം നമുക്ക് പറയാനേ പറ്റില്ല, അതും ഇതിന്റെ അടുത്തടുത്ത് നിന്നല്ലേ. അപ്പൊ അദ്ദേഹം നിൽക്കുന്നതിന്റെ ഓരോന്നിങ്ങനെ വായിച്ചിട്ട് ഒരു ഡയലോഗ് വന്നപ്പോഴത്തേക്കും ആലമ്പള്ളി മേട ഹൊറർ അങ്ങനെ എന്തോ ഒരു വേർഡ് ഉണ്ടായിരുന്നു, അതങ്ങോട്ട് ഡബ് ചെയ്ത് കറണ്ട് പോയി. അപ്പോൾ പറഞ്ഞ നാഗവല്ലിയുടെ കുറെ ഭയങ്കര രസമായിരുന്നു അതൊക്കെ. എന്നിട്ട് അത് മൊത്തം ഈ 2 പേജോളം അദ്ദേഹം ഡബ് ചെയ്ത് തന്നു എന്നുള്ളതാണ്. ആണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞു തന്നാൽ മതി, പക്ഷെ അദ്ദേഹം അത് ഫുൾ, അതാണ് ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ് തന്ന ലാലേട്ടന്റെ നറേഷനോടുകൂടിയാണ് ഞങ്ങൾ ഈ നാഗവല്ലി തുടങ്ങി. എന്നിട്ട് ഈ പ്രോഗ്രാം സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഫസ്റ്റ് ലാലേട്ടന്റെ ഫോട്ടോയും ശരത്തേട്ടന്റെ ഫോട്ടോ ഒക്കെ കാണിക്കുന്നുണ്ട്. ലാലേട്ടനെ അപ്പൊ കർട്ടൻ പൊക്കുമ്പോൾ തന്നെ നേരെ ലാലേട്ടന്റെ വോയിസിൽ ഇത് തുടങ്ങുന്നത്. എന്റെ ദൈവമേ, എന്നാ കയ്യടിയാണോ, അതെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പൊ ഇനി കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, അദ്ദേഹത്തിന്റെ വോയിസോടുകൂടി ആൾക്കാരത് അങ്ങനെ ഈ പ്രോഗ്രാം തുടങ്ങുന്നത്. ശരിക്കും ഈ ഡബിന്റെ അടുത്ത് ലാലേട്ടനുമായിട്ട് നിൽക്കുമ്പോ വിറയലോ എന്റെ ദൈവമേ. എന്നിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണേ, എന്നോട് പറഞ്ഞ് ഇരിക്കും, ഞാൻ പറഞ്ഞില്ല, എന്നെ ലാസ്റ്റ് അവിടെ ഇരുത്തി. ഞാൻ ഇവിടെ ഇരിക്കുന്ന, അദ്ദേഹം നിന്നായി ഡബ് ചെയ്യുന്നത്. നമ്മളെങ്ങനെ നിൽക്കാൻ പറ്റും, ഞാൻ നിൽക്കുകയാണ്, അദ്ദേഹം നിൽക്കാൻ പറ്റത്തില്ല, ഇരുന്നിട്ട് ഞാൻ ഡബ് ചെയ്യാറുള്ളൂ. ശരിക്കും വളർന്നു വരുന്നവർ നമ്മളും എല്ലാം ഒന്നടങ്കം ഈ ഒരു സിംപ്ലിസിറ്റി മനസ്സിലാക്കണം അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ്. എനിക്ക് അദ്ദേഹമായിട്ട് ഇപ്പം ഇത്ര എനിക്ക് കൂടുതൽ, പിന്നെ ദിലീപേട്ടനൊക്കെ ആയിട്ടാണ് കുറച്ചും കൂടി ഇത്. പക്ഷെ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരു വ്യക്തിത്വം അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇങ്ങനെ അദ്ദേഹത്തിന് ഇപ്പുറത്ത് ഞാൻ ഇവിടെ ഇരിക്കുക, അദ്ദേഹം നോക്കി എന്നോട് ചോദിക്കുകയാണെ ഓക്കെ അല്ലേ എന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ. അത്രയും മാത്രം അതൊരു ഭയങ്കര ഭാഗ്യമായിരുന്നു. ഈ ചെയ്ത കഥാപാത്രങ്ങളെ ആദ്യം തിയേറ്ററിൽ പോയി കണ്ട ഒരു അനുഭവം എന്തുമായിരിക്കും? ആരുമായിട്ടായിരുന്നു? അല്ലെങ്കിൽ കവർ സ്റ്റോറിയാണ് കാണുന്നത്. അന്ന് അമ്മൂമ്മ ഉണ്ടായിരുന്നു തോന്നുന്നു. ഞങ്ങള് 3 പേരോടാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കറിയാണ്ട് എനിക്കിപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചിരി വരും, അന്നത്തെ രൂപമൊക്കെ വേറെ ഇതല്ല. പക്ഷെ എന്നാലും നമ്മൾ അതും ആ സിനിമയുടെ പ്രത്യേകത വെച്ചാൽ സുരേഷ് ചേട്ടനും ഈ തബും അതില് ആർട്ടിസ്റ്റുകൾ ഇല്ല ആക്ച്വലി, അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയിരുന്നല്ലോ. അപ്പൊ ഞാൻ പിന്നെ പോയിട്ട് പെണ്ണിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് കാണുമ്പോൾ അതിന്റെ ഒരു തബു കഴിഞ്ഞ പിന്നെ ഞാനാ. അപ്പൊ അതിന്റെ ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പം അങ്ങനത്തെ അതും അത്യാവശ്യം നന്നായിട്ട് ത്രൂ ആയിട്ട് പോയൊരു ക്യാരക്ടറായിരുന്നു, ജേർണലിസ്റ്റ് ആയിരുന്നു. അപ്പൊ അത് കാണുമ്പോൾ നമ്മളവിടെ ഇങ്ങനെ നോക്കൂല, എല്ലാവരും നമ്മളെ തുടക്കമാകുമ്പോഴേ അത് ഭയങ്കര രസമായിരുന്നു തിയേറ്ററിൽ പോയി ആദ്യത്തെ ഒരു. കാരണം ഇത് നമ്മുടെ രൂപമൊക്കെ നമ്മളിങ്ങനെ കാണുകയല്ലേ ഇതിനകത്ത്, വലിയ സ്ക്രീൻ കൊച്ചുമല്ലോ. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ ഇപ്പൊ കാണുമ്പോൾ ചിരി വരും, കാരണം രൂപം കാണും. പക്ഷെ അന്നത്തെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ്, അതിങ്ങനെ കണ്ട് പിന്നെ നമ്മളെല്ലാവരും എല്ലാവരും നോക്കുന്നുണ്ടോ, ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇനിയിപ്പം ദിലീപേട്ടൻ, ജനപ്രിയ നായകൻ ദിലീപേട്ടൻ, നമ്മുടെ സ്വന്തം ദിലീപേട്ടനല്ലേ. ദിലീപേട്ടനോട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ, എനിക്ക് ദിലീപേട്ടനും ഉപരി കാവ്യയായിട്ടാണ് ഏറ്റവും നല്ലത്. കാരണം കാവ്യയും ഞാനും കൂടെ ഒരുമിച്ച് സ്റ്റേറ്റിൽ മത്സരിച്ചതാണ്. ഞങ്ങൾ അവിടെ വെച്ച് ആക്ച്വലി പരിചയപ്പെടുന്നത്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ മോഹിനിയാട്ടത്തിനാണ്, ഞങ്ങൾ 2 പേരും മോഹിനിയാട്ടത്തിനായിരുന്നു. എൻ്റെ കഴിഞ്ഞാണ് കാവ്യയുടെ. അതും വെളുപ്പിന് 4:30 മത്സരം, മോഹിനിയാട്ടം തുടങ്ങുന്ന സമയമാണ്. അപ്പം ഞങ്ങൾ കാവ്യ ഇരുന്ന് ഇങ്ങനെ ഉറക്കുന്നു, ഞാൻ ഇപ്പുറത്തിരുന്നിട്ട് അങ്ങനെ അവിടെ വെച്ചാണ് എവിടെയാ വീട് അങ്ങനെ പരിചയപ്പെട്ടു. അങ്ങനെ പരിചയപ്പെട്ട് പോയി. പിന്നെ കാവ്യ സിനിമയിലും അപ്പം അന്ന് എനിക്കായിരുന്നു ഫസ്റ്റ്. കാവ്യക്ക് അന്നൊന്നും ഇല്ലായിരുന്നു, ഗ്രേഡ് മാത്രമേ ഉള്ളായിരുന്നു. അതിനുശേഷം പ്രൈസ് ഇങ്ങനെ അനൗൺസ് ചെയ്തു, 2 പേരും അങ്ങനെ പരിചയപ്പെട്ടു, അങ്ങനെ പോയി. പിന്നെ ആക്ച്വലി ഞാൻ കാണുന്നത്
ഞാൻ ഇടയ്ക്ക് ഒരു സിനിമ, ഞാൻ വന്ന സമയത്ത് എൻ്റെ ഒരു സിനിമ, ഞാൻ പേര് പറയുന്നില്ല, സിനിമ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ആ സിനിമ മുടങ്ങി. അപ്പം അന്ന് കാവ്യയും ദിലീപേട്ടനും ഉണ്ടായിരുന്നു ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചു. അപ്പം ഞാൻ 2 ദിവസം ഷൂട്ടും ചെയ്തതാണ്. ഷൂട്ട് ചെയ്തു. പിന്നീടാണ് ഞാൻ അതങ്ങ് മുടങ്ങി മാറിപ്പോയത്. അവിടെ വെച്ച് ഭയങ്കര കൂട്ടായി. പിന്നെ ഞങ്ങൾ പഴയ കാര്യങ്ങൾ ഞാനും കാവ്യയായിട്ടൊക്കെ സംസാരിക്കുന്നു, അതൊക്കെ ഓർമ്മ വെച്ചു. അങ്ങനെ പിന്നെ നമ്പർ വാങ്ങി. അപ്പോഴും ദിലീപേട്ടനും നല്ല കാര്യങ്ങൾ അത്ര ഹായികൾ ഭയങ്കര കമ്പനിയൊന്നും ആയിരുന്നു, നല്ല കൂട്ടൊക്കെ ആയിരുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ വെച്ച് കാണുമായിരുന്നു, ആ ബന്ധം പുതുക്കുമായിരുന്നു. പിന്നെ അടുത്തിടയ്ക്കാണ് പിന്നെ ഒരു നമ്പേഴ്സ് എല്ലാം മാറ്റി. പിന്നെ ഞാൻ അടുത്തിടയ്ക്ക് നമ്പർ എടുത്ത് കാവ്യയെ വിളിക്കുന്നു. അപ്പോൾ വിളിച്ചതിൻ്റെ കാര്യം വെച്ചാൽ എനിക്ക് നമ്മുടെ 25th ആനിവേഴ്സറി ഉണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ജയകേരളയുടെ. അപ്പോൾ അത്യാവശ്യം നല്ല ഇത്തിരി ഗ്രാൻഡായിട്ടായിരുന്നു, സ്റ്റീഫൻ ചേട്ടൻ്റെ ബാൻഡൊക്കെ ആയിരുന്നു പ്രോഗ്രാം. അപ്പം ഈ ഇനാഗുറേഷൻ ദിലീപേട്ടന് വന്നാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കയറി അങ്ങനെ വിളിക്കാൻ പാടും. അപ്പം ഞാൻ കാവ്യയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കാവ്യ പറഞ്ഞു, ദിലീപേട്ടൻ്റെ നമ്പർ തരാം ഷാലു, വിളിക്ക്, ഫ്രീ ആണെങ്കിൽ വരും, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ കാവ്യ എനിക്ക് നമ്പർ തരുന്നു, ഞാൻ ദിലീപേട്ടനെ വിളിക്കുന്നു. ദിലീപേട്ടനെ വിളിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തോ അത് നമ്മുടെ സ്വന്തം ആൾക്കാരില്ലേ, സ്വന്തക്കാരില്ലേ, അതുപോലെ സ്വന്തം. അപ്പം പറഞ്ഞു അതിനെന്താ, പിന്നെ ഞാനിവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്, അങ്ങോട്ട് വാ, നമുക്ക് നേരിട്ട് സംസാരിക്കാമെന്ന് പറയുന്നു. ഞാനിത് കേൾക്കാതെ തന്നെ ചാടി സമയം കണ്ടെത്തി ചെന്നു ലൊക്കേഷനിൽ ചെല്ലുന്നു. അവിടെ ചെല്ലാൻ ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് 3-ാം തീയതി ഞാൻ വന്നോളാം വന്നു. അപ്പം ഞാൻ ചോദിച്ചു ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പിന്നെ ഒരു ബാക്കി കാര്യങ്ങളില്ല, അങ്ങ് വരും, ഡേറ്റ് സമയമെല്ലാം ഒന്നുകൂടെ അറിയിക്കണം, ഇത്രയും പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു വരുന്നു, ഞാൻ ബ്രോഷർ അടിച്ചു. അങ്ങനെ ഈ പരിപാടിക്ക് ദിലീപേട്ടൻ വന്നു. ശരിക്കും ദിലീപേട്ടനായിരുന്നു ആ ഒരു പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ് ആയിരുന്നു. അങ്ങനെ വരുന്നു. അന്ന് തൊട്ടുള്ള ഒരു ബന്ധം, മീൻസ് അപ്പം തൊട്ടേ ഇടയ്ക്ക് മെസ്സേജ് അയക്കും, നല്ല ബോണ്ടായി, ഭയങ്കര കമ്പനിയായി. അങ്ങനെ വന്നു. പിന്നെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണെങ്കിലും പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് മറ്റേ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഈ സമയത്ത് അമ്പലത്തിൽ, നമ്മുടെ അവിടുത്തെ പെരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുണ്ടായിരുന്നു. അങ്ങനെ വരുന്നു. പിന്നെ ദിലീപേട്ടൻ ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, എനിക്കിങ്ങനെ അവിടെ വഴിപാടുണ്ട്, അപ്പം നീ ഇവിടെ കാണുമോ? അപ്പം ഞാൻ പറഞ്ഞു ഉണ്ടാവും. അപ്പം രാത്രി 12 മണിക്ക് വിളിക്കുന്നു, രാവിലെ 5 മണിയായപ്പോൾ അവിടെ നിന്ന് തിരിച്ചു. അങ്ങനെ അവിടെ വന്നു, ദിലീപേട്ടനായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി വഴിപാടെല്ലാം ചെയ്തു. തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് ഞാൻ വരുന്ന കാര്യം ആരെയും അറിയിക്കാൻ നിൽക്കില്ല, ബഹളമായിരിക്കും. ഞാൻ ആരെയും അറിയിച്ചില്ല. അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്കും കണ്ടപ്പോൾ തന്നെ അവിടെ പിന്നെ ഇടിയായി. പിന്നെ ഫോട്ടോ ഭയങ്കര ബഹളം. പിന്നെ ഒരു കത്തി നേരെ വണ്ടി വന്നു, പിന്നെ എൻ്റെ വീട്ടിൽ വന്നു, ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞ് അങ്ങനെയാണ്. പക്ഷെ ഇപ്പോഴും ദിലീപേട്ടനും കാവ്യയായിട്ട് നല്ല ബന്ധമാണ്. ഈ പല തെറ്റിദ്ധാരണകൾ പ്രേക്ഷകർക്ക് ഒരു പക്ഷേ ഷാലു മേനോൻ എന്ന് പറഞ്ഞ വ്യക്തിയിൽ കാണും. ഈ അടുത്തറിഞ്ഞ് ഇത്ര നേരം സംസാരിച്ച് എനിക്ക് തോന്നിയത് ഒരു പാവത്താനായിപ്പോയതിൻ്റെ ആയിരിക്കും കേട്ടോ ഈ പ്രശ്നം ഉണ്ടായത്, എനിക്ക് തോന്നുന്നതാണ്. അങ്ങനെയുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ അന്നും ഈ ബോൾഡ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒന്നും സംഭവിച്ചതില്ലായിരിക്കാം. പക്ഷെ അപ്പോഴും ആ ചിരിയും ആ കോൺഫിഡൻസ് ഇതിങ്ങനെ തന്നെ തുടരട്ടെ കേട്ടോ. നമ്മളെ അറിയാവുന്നവർ മതിയെന്നേ. അത്രേ ഉള്ളൂ. ഒരു സന്തോഷ വാർത്ത എന്തെങ്കിലും ഉടനെ ഉണ്ടോ അറിയാൻ? സന്തോഷ വാർത്ത ഉണ്ടോന്ന് ചോദിച്ചാൽ ഉടനെ ഒന്നുമില്ല. ഓക്കെ, ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് ഉണ്ടെന്ന് വെച്ചാ ഇപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ സിംഗിൾ ആണ്, ഞാൻ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഞാൻ പറഞ്ഞു നടക്കുന്നു കാര്യങ്ങൾ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവുമായിരിക്കും. ഉണ്ടാവുമ്പോൾ നമ്മളെ ഓർക്കണം കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു ഒരുമിച്ചിരിക്കാൻ. ഏതായാലും ഒത്തിരി സന്തോഷം. പുതിയ പ്രൊജക്ടുകൾ എന്തൊക്കെയാ? ഞാനൊരു തമിഴ് പടം ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളും നടക്കുന്നു. സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ആക്ച്വലി കഴിഞ്ഞു. പുതിയ 1-2 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രോഗ്രാംസ് നന്നായിട്ട് പോകുന്നുണ്ട്. ഇത്രയും സ്നേഹിച്ച, ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് ശരിക്കും പറയാനുള്ളത്, പ്രേക്ഷകരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇന്ന് ഷാലു മേനോൻ ഇവിടെ ഉണ്ടാവില്ല. അവരുടെ ആ ഒരു സപ്പോർട്ടും അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ കൊണ്ടാണ് ഞാൻ എന്നെപ്പോലെ ഒരു ചെറിയ കലാകാരി ഇന്ന് ഈ ഒരു രംഗത്ത് നിൽക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇനിയും വരും കാലങ്ങളിലും ആ ഒരു സപ്പോർട്ടും. എനിക്ക് ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നു. എനിക്ക് കേരള സംഗീത അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം ഇപ്പൊ ലഭിച്ചു. 2 ദിവസമായി. എനിക്ക് അതിനുശേഷം ആദ്യത്തെ ഇന്റർവ്യൂ ആയിരിക്കും. പക്ഷെ അത് എനിക്ക് സർക്കാരിന്റെ ഒരു ആദ്യത്തെ അംഗീകാരമാണ് ശരിക്കും. അതിന്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. എന്നാലും ആ ഒരു സന്തോഷം ഉണ്ടെങ്കിലും നമ്മുടെ മാധ്യമങ്ങളിലും കാര്യങ്ങളും ഇപ്പൊ ഈ അവാർഡ് 2 ദിവസമായുള്ളൂ ആക്ച്വലി പ്രഖ്യാപിച്ചു. അവാർഡ് കിട്ടിയതിന് ആദ്യത്തെ ഒരു ഗവൺമെന്റ് അംഗീകരിച്ച ഒരു അവാർഡ് കിട്ടിയതിന് സന്തോഷം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എന്നാലും ഈ പറഞ്ഞ ഈ സൈബർ ബുള്ളിങ്ങിന്റെ കാര്യം പറഞ്ഞ പോലാണ് പറയാനുള്ളത്. ഈ ഒരു അംഗീകാരം കിട്ടിയിട്ട് പോലും പല മാധ്യമങ്ങളിലും എൻ്റെ
ഒരു ഫോട്ടോ ഇല്ല, എൻ്റെ മാത്രം ഇല്ല. അതെന്തുകൊണ്ടാണ് എന്നെ മാത്രം ഇതിന്നല്ല ഈ ഒഴിവാക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. കാരണം ബാക്കി ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ട് അതിനകത്ത്, കലാകാരന്മാർ, അവരുടെ എല്ലാവരുടെയും ഫോട്ടോ ഉണ്ട്. ശാലു മേനന്റെ ഫോട്ടോ മാത്രം ചിലത് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഒരെണ്ണം ഉണ്ടെങ്കിൽ ബാക്കി 10 ഇല്ല, അങ്ങനെ. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. അത്രയും മാത്രം തെറ്റൊന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒഴിവാക്കി ഇപ്പോഴും അതാണ് ഈ ഒരു ഇത് കിട്ടിയിട്ട് പോലും നമ്മൾ ഒഴിവാക്കി. ഇപ്പൊ സ്വന്തം നാട്ടിൽ പോലും പറയാം, എനിക്ക് സ്വന്തം നാട്ടിൽ പോലും നമ്മളെ ഇങ്ങനെ അവഗണിച്ചുകൊണ്ടിരിക്കും. അതിന് നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നൊരു കാര്യം. അത് എൻ്റെ കാര്യം വരുമ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല എന്താണെന്ന്. ഇപ്പം നാട്ടിലാണെങ്കിൽ പോലും പല പരിപാടികളും, നമ്മുടെ സ്വന്തം നാട്ടിൽ പല വലിയ പരിപാടികളും നടത്തിയാലും ബാക്കി എല്ലാവരും ഉണ്ട്, എന്നെ വിളിക്കാറില്ല. ഷാരൂന് തോന്നിയ കാരണം എന്തായിരിക്കും അതിൽ? എന്താണെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞത്, ഇപ്പം ഈ പറഞ്ഞ അവാർഡ് കിട്ടിയിട്ടാണെങ്കിൽ പോലും മാധ്യമങ്ങൾ എൻ്റെ ഫോട്ടോ മാത്രമില്ല. അതായത് ഇത്രയും പേരെ വെക്കുമ്പോഴത്തേക്കും എന്നിട്ട് ഞാൻ നോക്കുക, ഇനി എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമോ, എൻ്റെ മാത്രമില്ല, ബാക്കി എല്ലാവരുടെയും ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ് അല്ലേ, നമ്മളിങ്ങനെ ഈ ഒഴിവാക്കുന്നത് എന്താണ്. കഴിഞ്ഞ കാര്യങ്ങൾ എന്തായാലും എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലാത്തതുകൊണ്ട് കോടതിയുടെ ഒരു ഇതുണ്ടായിരുന്നു. അത് പല കേസുകളിൽ വന്നപ്പോഴും അതെല്ലാം എന്നെ അതിൽ നിന്ന് ഞാൻ ഒഴിവായിട്ടുണ്ട്. എന്നിട്ടും ചിലർ ഇപ്പോഴും നമ്മളെ അന്നത്തെ ഇത് പറഞ്ഞിട്ട് ഇപ്പോഴും നമ്മളെ നോക്കി കാണുന്ന ആ രീതിയിലാണ്. അതിനൊന്നും ചിലർ മാറിയിട്ടില്ല. അത് എനിക്കറിയില്ല എന്താ, ഇനി അതുകൊണ്ടൊക്കെ ആണോ ഇങ്ങനെ, എന്തോ. ഏതായാലും ഒരുപാട് സന്തോഷം. മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാവിധ ആയുസ്സും ആരോഗ്യം ഉണ്ടാവട്ടെ. ഡാൻസ് ക്ലാസ് ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. ചിരിയാണ് സാറേ എൻ്റെ മെയിൻ. ചിരിയാണ്. സന്തോഷമായിട്ട് തന്നെ പോവാം. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.